പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തന ദൗത്യവുമായി ബന്ധപ്പെട്ട് ഗൺമാന്മാരെ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളിലേക്ക് കൂടി പോകാം. നമ്മളോടൊപ്പം ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പകർത്തിയ ജോജിമോൻ ജോസഫ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജയ്ഹിന്ദിലെ ക്യാമറമാനാണ് അദ്ദേഹം. അങ്ങ് ആ ദൃശ്യങ്ങൾ പകർത്താനിടയായ സാഹചര്യം ഒന്ന് വിവരിക്കാമോ? എന്താണ് ആ സമയത്ത് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം ഒന്ന് വിവരിക്കാമോ? അന്നത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് വരുന്നതുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും പ്രതിഷേധങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ കേരളം മൊത്തം. അപ്പൊ ആലപ്പുഴയിലും സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ ആലപ്പുഴയിൽ കയറിയ തലേദിവസം പ്രതിഷേധം ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ മർദ്ദനവും കാര്യങ്ങളൊക്കെ നടന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസം നല്ല രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുന്നുള്ള ഉറപ്പ് മാധ്യമപ്രവർത്തനം നമുക്ക് എന്തായാലും ഉണ്ടായി. അപ്പൊ നമ്മള് മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് വിശ്രമിച്ചു കഴിഞ്ഞിട്ട് ആദ്യം ബസ് കയറി. ആദ്യം പൈലറ്റ് വാഹനം വരുന്നു. ആ പൈലറ്റ് വാഹനം വന്നപ്പോഴത്തെ പുറകെ മുഖ്യമന്ത്രിയുടെ വാഹനം ഒരു 2 മിനിറ്റിനകം വന്നു. ആ സമയത്ത് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന്റെ സൈഡിൽ പ്രതിഷേധവുമായി എ.ഡി. തോമസും അജയ് കുര്യാക്കോസും ആ സൈഡിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ വണ്ടി വന്ന സമയത്ത് വണ്ടി പോയി പകുതി കഴിഞ്ഞപ്പോഴാണ് ഇവര് ശരിക്കും പ്രതിഷേധമായി ചേർന്നത്. വണ്ടിയെ ടച്ച് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇവര് ശരിക്കും ഒരു കരിങ്കൊടി പ്രതിഷേധം പോലും നടത്തിയില്ല. മുഷ്ടി ചുരുട്ടി യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ സമയത്ത് മഫ്തിയിലുള്ള പോലീസുകാര് 2-3 പേരെ പിടിച്ച് വരുതിയിലാക്കുകയും അറസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ ഗൺമാന്മാര് പുറകെ വന്ന വണ്ടിയില് അവര് പ്രകോപനം എന്ന് പറഞ്ഞാൽ ഇവരൊരു പ്രകോപനം നടത്തുന്നില്ല. ഇവര് ശരിക്കും ഒരു മുദ്രാവാക്യം പിടിച്ചിട്ട് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് വിഷയത്തിനകത്തെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അവര് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ബ്രേക്ക് ചെയ്തിട്ടാണ് അവര് നടുക്ക് വണ്ടി നിർത്തിയിട്ട് ഇവരെ തല്ലുന്നത്. ഇവരെ തല്ലുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനവും കടന്നുപോയി. ശരിക്കും നമ്മൾ എന്താ പറയാ, എടുത്ത നമ്മൾ തന്നെ മരിച്ചു പോയെന്നാണ്. അതുപോലുള്ള ഒരു മർദ്ദനമാണ് ഗൺമാന്മാർ നടത്തിയത്. കാരണം അവർക്കൊരിക്കലും റൈറ്റ് അല്ല ഇവര് ചെയ്യാനുള്ളത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയാണ് അവരെ നിയോഗിച്ചിരിക്കുന്നത്, സുരക്ഷയ്ക്കാണ്. പക്ഷെ അവരതിന് ഉപരി മഫ്തിയിലുള്ള പോലീസുകാർക്ക് കൂടെ നടികിട്ടിയെന്നുള്ളതാണ്. ഒരു പ്രദീപ് എന്ന് പറഞ്ഞൊരു അരൂർ പോലീസുകാരന്റെ കൈവിരലൊടിഞ്ഞതാ. അപ്പം താഴെ വീണ്ടും താഴെ കിടന്നിട്ട് അടിക്കുകയാണ്. അതും അടിക്കുന്ന തലക്കിടാണ്, തലയടിച്ച് പൊട്ടിക്കുകയല്ലേ ചെയ്തത്. അപ്പം ഒരു ഭീകര ദൃശ്യമാണ് അന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ശരിക്കും അവിടെ നിന്ന ആൾക്കാരും ആ പോലീസുകാരും എല്ലാം ഞെട്ടിപ്പോയി. കാരണം ഗൺമാന്മാർ അതുപോലെ ഒരു ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു അവരെ ശരിക്കും പറഞ്ഞാല്. കാരണം ഇതുപോലെ ഒരിക്കലും ഒരു ആക്രമണം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ആദ്യം പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവർക്ക് ലാത്തി ഉപയോഗിക്കാനുള്ള റൈറ്റ് ഇല്ല. കാരണം ഇവരുടെ ജോലി അതല്ലല്ലോ. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവരന്നവിടെ നടത്തിയത്.